നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR Gold and Diamonds. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR Gold and Diamonds, MG Road, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. വാശിയേറിയ നിയമസഭാ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ ആവേശത്തോടെ വിധിയെഴുതി ജനം. ജില്ലയിൽ 77.10% പോളിംഗ്. ഒല്ലൂർ, ചേലക്കര, പുതുക്കാട്, കയ്പമംഗലം, കൊടുങ്ങല്ലൂർ മണ്ഡലങ്ങളിൽ ഉയർന്ന പോളിംഗ്. വോട്ടെണ്ണൽ മെയ് 4-ന്. വോട്ടെടുപ്പ് പൂർത്തിയായതോടെ കൂട്ടലും കിഴിക്കലുമായി മുന്നണികൾ. വിജയപ്രതീക്ഷയിൽ മുന്നണികളും സ്ഥാനാർത്ഥികളും. വോട്ടെടുപ്പിനിടെ ജില്ലയിൽ പലയിടത്തും തർക്കം. കണിമംഗലം ബോധാനന്ദ സ്കൂളിലെ ബൂത്തിൽ വിരലിൽ പ്ലാസ്റ്ററിട്ട യുവതിയെ വോട്ട് ചെയ്യിപ്പിക്കാത്തത് തർക്കത്തിനിടയാക്കി. വടക്കാഞ്ചേരിയിൽ കള്ളവോട്ട് ആരോപിച്ച് BJP പ്രതിഷേധിച്ചു. കണ്ടശാംകടവിൽ UDF സ്ഥാനാർത്ഥി TN പ്രതാപനെ കയ്യേറ്റം ചെയ്തതായി പരാതി. തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ സർപ്രൈസ് ഉണ്ടാകുമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. കഴിഞ്ഞ തവണത്തെ വിജയം ജില്ലയിൽ ആവർത്തിക്കുമെന്ന് CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ. ജില്ലയിൽ UDF അട്ടിമറി വിജയം നേടുമെന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്. ചേർപ്പ് വെങ്ങിണിശ്ശേരിയിൽ മദ്യപാനത്തിനിടെ സുഹൃത്തിന്റെ മർദ്ദനമേറ്റ് ഗൃഹനാഥൻ മരിച്ചു. സംഭവത്തിൽ കൊല്ലപ്പെട്ട രാജുവിന്റെ സുഹൃത്ത് അറസ്റ്റിൽ. വാർത്തകൾ വിശദമായി. കനത്ത പോളിംഗിനിടെ കേരളം വിധിയെഴുതി. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വാശിയേറിയ പോരാട്ടത്തിൽ ജില്ലയിൽ 77.10% പോളിംഗ് രേഖപ്പെടുത്തി. പൊള്ളുന്ന ചൂടിനെ അവഗണിച്ച് വോട്ടർമാർ ബൂത്തിലേക്ക് ഒഴുകിയപ്പോൾ മികച്ച പോളിംഗാണ് രേഖപ്പെടുത്തിയത്. ഇനി 25 നാൾ മുന്നണികൾക്കും സ്ഥാനാർത്ഥികൾക്കും കാത്തിരിപ്പിന്റെ നാളുകളാണ്. വടക്കാഞ്ചേരി, കണ്ടശാംകടവ്, കണിമംഗലം എന്നിവിടങ്ങളിലെ ബൂത്തുകളിലുണ്ടായ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഒഴിച്ചാൽ വോട്ടെടുപ്പ് പൊതുവെ ജില്ലയിൽ സമാധാനപരമായിരുന്നു. പല ബൂത്തുകളിലും വോട്ടിംഗ് മെഷീൻ തകരാറിലായത് വോട്ടർമാരെ വലച്ചു. സമയപരിധി പൂർത്തിയായിട്ടും പല ബൂത്തുകളിലും നീണ്ട നിര അനുഭവപ്പെട്ടു. ജില്ലയിലെ 13 മണ്ഡലങ്ങളിലും മികച്ച പോളിംഗാണ് രേഖപ്പെടുത്തിയത്. ചേലക്കര 78.89, കുന്നംകുളം 77.13, ഗുരുവായൂർ 73.89, മണലൂർ 75.89, വടക്കാഞ്ചേരി 79.61, ഒല്ലൂർ 79.6, തൃശൂർ 75.7, നാട്ടിക 76.38, കയ്പമംഗലം 77.07, ഇരിഞ്ഞാലക്കുട 76.86, പുതുക്കാട് 78.98, ചാലക്കുടി 75.55, കൊടുങ്ങല്ലൂർ 77.57 എന്നിങ്ങനെയാണ് പോളിംഗ് ശതമാനം. വോട്ടെടുപ്പിന് ശേഷം വോട്ടിംഗ് യന്ത്രങ്ങൾ സ്ട്രോങ് റൂമിലേക്ക് മാറ്റി. ജില്ലയിൽ 13 കേന്ദ്രങ്ങളിലാണ് വോട്ടിംഗ് മെഷീനുകൾ സൂക്ഷിച്ചിരിക്കുന്നത്. കേന്ദ്രസേനയുടെ നേതൃത്വത്തിൽ കനത്ത സുരക്ഷയാണ് വോട്ടിംഗ് മെഷീനുകൾ സൂക്ഷിച്ചിരിക്കുന്ന കേന്ദ്രങ്ങൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. വോട്ടെണ്ണൽ മെയ് 4-ന് നടക്കും. ജില്ലയിലെ മുന്നണി സ്ഥാനാർത്ഥികൾ വോട്ട് രേഖപ്പെടുത്തി. തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് സ്ഥാനാർത്ഥികൾ. മറ്റു വാർത്തകളിലേക്ക്. വോട്ടെല്ലാം യന്ത്രത്തിൽ ഭദ്രമായതോടെ മുന്നണി ക്യാമ്പുകളിൽ കൂട്ടലും കിഴിക്കലും തകൃതി. 10 സീറ്റ് വരെ നേടുമെന്നാണ് LDF വിലയിരുത്തൽ. 7 മുതൽ 9 സീറ്റ് വരെയെന്ന് UDF കേന്ദ്രങ്ങളും പറയുന്നു. തൃശൂർ മണ്ഡലത്തിൽ താമര വിരിയുമെന്ന് NDAയും ഉറപ്പിക്കുന്നു. തൃശൂരും മണലൂരും ചാലക്കുടിയും ഒഴികെയുള്ള മണ്ഡലങ്ങൾ ഒപ്പം നിന്നിട്ടുണ്ടെന്നാണ് LDF കണക്കെടുപ്പ്. ഈ 3 മണ്ഡലങ്ങൾ പ്രവചനാതീതമാണെന്നും ഇടതു കേന്ദ്രങ്ങൾ പറയുന്നു. എന്നാൽ ഈ 3-നൊപ്പം കൊടുങ്ങല്ലൂരും വടക്കാഞ്ചേരിയും കൂടി UDFന്റെ ഉറപ്പുള്ള ലിസ്റ്റിലുണ്ട്. ഒല്ലൂരിൽ അട്ടിമറി ഉണ്ടാകുമെന്നും നാട്ടികയിൽ CC മുകുന്ദൻ ഫാക്ടർ പ്രവർത്തിച്ചാൽ മണ്ഡലം കൂടെ പോരുമെന്നും നേതൃത്വത്തിന് ആത്മവിശ്വാസം. ഗുരുവായൂരിലും UDF പ്രതീക്ഷ കൈവിട്ടിട്ടില്ല. പുതുക്കാട് സിറ്റിംഗ് MLAക്ക് കനത്ത വെല്ലുവിളി ഉയർത്താൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് ബൂത്ത് തലത്തിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ. തൃശൂർ മണ്ഡലത്തിലാണ് BJPയുടെ പ്രതീക്ഷകൾക്ക് കൂടുതൽ തിളക്കം. മണലൂരാണ് ശക്തമായ പോരാട്ടം കാഴ്ചവെച്ച മറ്റൊരു മണ്ഡലം. പുതുക്കാടും BJP വോട്ടിലെ നേട്ടം പ്രതീക്ഷിക്കുന്നു. സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങൾക്കും ക്ഷേമ പ്രവർത്തനങ്ങൾക്കും പരമാവധി പ്രചാരം നൽകാൻ കഴിഞ്ഞത് വോട്ടർമാരെ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് LDF നേതൃത്വം കരുതുന്നു. സിറ്റിംഗ് MLAമാരെ ഭൂരിഭാഗം മണ്ഡലങ്ങളിലും രംഗത്തിറക്കിയത് ഗുണം ചെയ്തു. കോൺഗ്രസിൽ സ്ഥാനാർത്ഥി നിർണയം വൈകിയതും നേതാക്കൾക്കിടയിൽ അസ്വാരസ്യങ്ങളും ജനങ്ങൾക്കിടയിൽ അവരോട് മടുപ്പുളവാക്കി. വയനാട് ഫണ്ട് വിവാദം ജില്ലയിലും UDFനെ ബാധിച്ചു. BJP നേതാക്കളുടെ പരാമർശങ്ങൾ ന്യൂനപക്ഷങ്ങളെ കൂടുതൽ LDFനോട് അടുപ്പിച്ചു. സംഘടനാപരമായി നേരത്തെ നടത്തിയ മുന്നൊരുക്കങ്ങളിലും പോളിംഗ് ദിനത്തിൽ തങ്ങളുടെ വോട്ടർമാരെ പരമാവധി ബൂത്തിലെത്തിക്കുന്നതിലും ഏറെ
ഏറെ മുന്നിലെത്തി. ഇങ്ങനെ പോകുന്നു ഇടതുമുന്നണിയുടെ വിലയിരുത്തലുകൾ. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദത്തിൽ വോട്ടർമാരുടെ പ്രതികരണത്തിൽ ആശങ്കയുമുണ്ട്. ഭരണവിരുദ്ധ വികാരത്തിന്റെ വേലിയേറ്റമാണ് 13 മണ്ഡലങ്ങളിലും ദൃശ്യമായതെന്ന് UDF നേതാക്കൾ പറയുന്നു. ഓരോ മണ്ഡലത്തിലെയും വികസന പ്രശ്നങ്ങൾ എടുത്തു പറഞ്ഞുള്ള പ്രചരണം ഗുണം ചെയ്തുവെന്നാണ് കണക്കുകൂട്ടൽ. 2018 പ്രളയം മനുഷ്യനിർമ്മിതമാണെന്നും അക്കാര്യത്തിൽ ഭരണതലത്തിലെ വീഴ്ചകളും അഴിമതിയും ആരോപിക്കപ്പെടുന്ന ശബ്ദ സന്ദേശം പുറത്തുവന്നതും പ്രളയം നാശം വിതച്ച മണ്ഡലങ്ങളിൽ സജീവ ചർച്ചയാക്കാൻ UDF ശ്രമിച്ചിരുന്നു. 5 ഗ്യാരണ്ടി പ്രഖ്യാപനം വോട്ടർമാരെ സ്വാധീനിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ LDFനെതിരായ ശക്തമായ ജനവികാരം നിലനിൽക്കുന്നു. FCRA അടക്കമുള്ള കേന്ദ്ര സർക്കാർ നടപടികളോടുള്ള പ്രതിഷേധം ക്രൈസ്തവ വോട്ടുകൾ UDFന് അനുകൂലമാക്കി. BJP CPM ഡീൽ ആരോപണത്തിന് മൂർച്ച കൂട്ടിയത് ന്യൂനപക്ഷ വോട്ടുകൾ കൈവിടാതെ കാത്തു തുടങ്ങിയവയാണ് UDF അനുകൂലമായി കാണുന്നത്. കേന്ദ്ര സർക്കാരിന്റെ വികസന നേട്ടങ്ങളുടെ കൂടുതൽ ഗുണഫലങ്ങൾ ലഭിക്കാൻ NDA സ്ഥാനാർത്ഥികൾ ജയിച്ചു വരണമെന്ന പ്രചരണം ഗുണം ചെയ്തുവെന്നാണ് BJP വിലയിരുത്തൽ. ഇരു മുന്നണികളെയും മടുത്ത വലിയ വിഭാഗം വോട്ടർമാരുണ്ടെന്നും BJP കരുതുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിക്ക് ലഭിച്ചതുപോലുള്ള മുന്നേറ്റം ഉണ്ടാകില്ലെങ്കിലും കരുത്തറിയിക്കുന്ന പ്രകടനം ഉറപ്പെന്ന് നേതൃത്വം പറയുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തുണച്ച ക്രൈസ്തവ വോട്ടുകൾ കൈവിട്ടു പോയിട്ടില്ല. സാമുദായികമായി BJPക്ക് അനുകൂലമായ ധ്രുവീകരണമുണ്ടായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടെത്തി നടത്തിയ പ്രചരണം ഗുണം ചെയ്തു. ഇങ്ങനെ പോകുന്നു അന്തിമ ചർച്ചകൾ. എന്തായാലും കൂട്ടലിനും കിഴിക്കലിനും ഇനിയും ഏറെ സമയമുണ്ട്. ആ രാഷ്ട്രീയ ഗണിതശാസ്ത്രത്തിൽ ആരുടെ കണക്ക് തെറ്റുമെന്ന് കണ്ടുതന്നെ അറിയണം. തൃശ്ശൂരിൽ നിന്നും KB ലിബീഷ്, TCV. ജില്ലയിലെ ഒട്ടേറെ രാഷ്ട്രീയ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് വോട്ടിംഗ് യന്ത്രങ്ങളിൽ ഭദ്രമായിരിക്കുന്നത്. 3 മുന്നണികളിലും ചലനങ്ങളുണ്ടാക്കാൻ പോകുന്ന ജനവിധി അറിയാനുള്ള കാത്തിരിപ്പാണ് ഇനി. കൂറുമാറ്റ രാഷ്ട്രീയത്തിന്റെ കുടമാറ്റത്തോട് ജില്ല എങ്ങനെ പ്രതികരിച്ചു എന്നതിലാണ് ഏറെ ആകാംക്ഷ. CPIയുടെ കമ്മ്യൂണിസ്റ്റ് നിലപാട് തറയിൽ നിന്നും BJPയുടെ താമരത്തണലിലേക്കുള്ള CC മുകുന്ദന്റെ ചേക്കേറൽ നാട്ടികയിൽ അടിയൊഴുക്കാകുമോ എന്ന് അറിയേണ്ടതുണ്ട്. BJPയുടെ അക്കൗണ്ടിലുള്ളതിനു പുറമെ മുകുന്ദൻ പിടിക്കുന്ന വോട്ടുകൾ നിർണായകം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതും കോൺഗ്രസിനെ കൈയൊഴിഞ്ഞ പത്മജ താമര ചിഹ്നത്തിൽ തൃശൂരിൽ പോരിനിറങ്ങിയത് ചില കണക്കുകൾ തീർക്കാൻ കൂടിയാണ്. കോർപ്പറേഷനിലെ മിന്നും വിജയത്തിന്റെ ആത്മവിശ്വാസവും രാജൻ പല്ലന്റെ വ്യക്തിബന്ധങ്ങളുടെ കരുത്തുമുണ്ടെങ്കിലും പ്രചാരണത്തിൽ പത്മജ സൃഷ്ടിച്ച മുന്നേറ്റം UDFന് അലോസരപ്പെടുത്തുന്നു. കവി ആലങ്കോട് ലീലാകൃഷ്ണനെ അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയാക്കിയതിന്റെ ഫലം CPIക്കും ആകാംക്ഷയേറ്റുന്നു. തൃശൂരിൽ ആര് ജയിച്ചാലും സ്ഥാനാർത്ഥികൾക്ക് ലഭിക്കുന്ന വോട്ട് കണക്ക് രാഷ്ട്രീയ ചർച്ചകളിൽ ഇഴകീറി പരിശോധിക്കപ്പെടും. കോൺഗ്രസ് കൗൺസിലറായിരുന്ന ബിജു S ചിറയത്ത് രാജിവെച്ച് കേരള കോൺഗ്രസ് എമ്മിൽ ചേർന്ന് ഇടതു സ്ഥാനാർത്ഥിയെ മത്സരിച്ച ചാലക്കുടിയിലേക്കും കണ്ണുകൾ നീളുന്നു. കോൺഗ്രസിൽ നിന്നുള്ള അവഗണന ആരോപിച്ച് പുറത്തിറങ്ങിയ ബിജുവിനു വേണ്ടി CPM സംഘടനാ സംവിധാനം ശക്തമായി പ്രവർത്തിച്ചോ എന്ന ചർച്ചകളുണ്ട്. സംഘടനാ പ്രശ്നങ്ങൾ അലട്ടുന്ന കോൺഗ്രസിനെ സംബന്ധിച്ച് മണ്ഡലം കൈവിട്ടു പോകുന്നതിനെക്കുറിച്ച് ആലോചിക്കാനേ വയ്യ. കഴിഞ്ഞ തവണ 1057 വോട്ടുകൾക്കാണ് സനീഷ് കുമാർ ജോസഫ് UDFനായി ചാലക്കുടി പിടിച്ചത്. ഇരിങ്ങാലക്കുട ഏറ്റെടുക്കണമെന്ന കോൺഗ്രസ് പ്രാദേശിക നേതൃത്വത്തിന്റെ എതിർപ്പ് അവഗണിച്ചാണ് കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി തോമസ് ഉണ്ണിയാടൻ തന്നെ രംഗത്തിറങ്ങിയത്. അതിനാൽ UDFന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ തിരയിളക്കമുണ്ടാക്കുന്നതാകും തെരഞ്ഞെടുപ്പ് ഫലം. ചേലക്കര കോങ്ങാട് സീറ്റ് വെച്ചുമാറ്റത്തിന്റെ ഫലവും UDF കാത്തിരിക്കുന്നു. കൊടുങ്ങല്ലൂരിലും വടക്കാഞ്ചേരിയിലും യുവ നേതാക്കളെ രംഗത്തിറക്കിയത് ചലനങ്ങളുണ്ടാക്കിയാൽ UDFന്റെ ഭാവി സ്ഥാനാർത്ഥി നിർണയങ്ങളെ സ്വാധീനിക്കും. വിജയം എന്ന ഒറ്റ ലക്ഷ്യത്തിൽ ടേം നിബന്ധനകളിൽ ഇളവ് നൽകിയ നയമാറ്റത്തിന്റെ പരിണിത ഫലം CPMനും CPIക്കും നിർണായകം. സംഘടനാപരമായി ഇരു പാർട്ടികളിലും ഉയർന്ന പ്രശ്നങ്ങൾ ബാധിച്ചിട്ടില്ലെന്ന് തെളിയിക്കുകയും വേണം. തദ്ദേശ പോരാട്ടത്തിൽ കാലിടറാതെ നിന്നത് സംഘടനാപരമായ കരുത്തുകൊണ്ടെന്ന് വിശ്വസിക്കുന്ന LDF നേതൃത്വത്തിന് ആ രാഷ്ട്രീയ കാലാവസ്ഥ മാറിയാൽ ഏറെ വിയർക്കേണ്ടി വരും. കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ നേടിയ ആധിപത്യം ഒരിക്കൽ കൂടി LDFന് നിലനിർത്താനായാൽ ജില്ലയിൽ ചില വിസ്മയങ്ങൾ ഉണ്ടായേക്കും. കോൺഗ്രസിൽ നിന്നുള്ള ചില നേതാക്കൾ പുതിയ രാഷ്ട്രീയ ലാവണങ്ങൾ തേടുമെന്നാണ് സൂചന. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 6 നിയോജക മണ്ഡലങ്ങളിൽ മുന്നിലെത്തിയ BJPക്ക് പിന്നിലേക്ക് ഇറങ്ങേണ്ടി വരുമെന്ന് ഉറപ്പിക്കുന്നുണ്ടെങ്കിലും എത്രത്തോളം എന്നത് പ്രധാനം. അന്ന് ഒപ്പം നിന്ന സാമുദായിക ഘടകങ്ങൾ അകന്നുപോയോ എന്ന ചോദ്യത്തിനും ഉത്തരം ലഭിക്കും. ഇത്തവണ ഏപ്രിൽ 26-നാണ് തൃശൂർ പൂരം. 27-ന് ഭഗവതിമാർ ഉപചാരം ചൊല്ലിപ്പിരിയും. എന്നാൽ രാഷ്ട്രീയ മൈതാനത്തെ വിജയക്കുടമാറ്റത്തിന് മെയ് 4 വരെ കാത്തിരിക്കണം. അതിനുശേഷവും ഉപചാരം ചൊല്ലിപ്പിരിയാതെ വിവാദങ്ങൾ തൃശൂരിന്റെ രാഷ്ട്രീയ ആകാശത്തുണ്ടാകും. KB ലിബീഷ്, TCV. കൂർക്കഞ്ചേരി ശ്രീ ബോധാനന്ദ LP സ്കൂളിൽ വോട്ട് ചെയ്യാനെത്തിയ യുവതി കൈക്കുഞ്ഞുമായി വോട്ട് ചെയ്യാൻ കാത്തിരുന്നത് 4.5 മണിക്കൂർ. ഇടത് ചൂണ്ടുവിരലിലെ മുറിവിൽ തുന്നലിട്ടതിന്റെ ബാൻഡേജ് ഉള്ളതിനാൽ പ്രിസൈഡിംഗ് ഓഫീസർ മഷിയടയാളം പതിപ്പിക്കാനുള്ള സാങ്കേതിക തടസ്സമുന്നയിച്ചതാണ് പ്രതിസന്ധിയും സംഘർഷാന്തരീക്ഷവും സൃഷ്ടിച്ചത്. കണ്ണംകുളങ്ങര പെരിയത്ര സന്തോഷിന്റെ മകൾ അക്ഷയയാണ് സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നത് തടസ്സപ്പെട്ടതോടെ വിഷമാവസ്ഥയിലായത്. യുവതിയെ ചികിത്സിച്ചതിന്റെ മെഡിക്കൽ രേഖകൾ കൊണ്ടുവന്ന് കാണിക്കാൻ തയ്യാറായപ്പോൾ അത് നോക്കാൻ തയ്യാറാകാതെ ഇടത് ചൂണ്ടുവിരലുള്ളപ്പോൾ മറ്റു വിരലിൽ മഷി പതിപ്പിക്കാൻ ചട്ടം അനുവദിക്കുന്നില്ലെന്ന കടുത്ത നിലപാട് സ്വീകരിക്കുകയായിരുന്നു പ്രിസൈഡിംഗ് ഓഫീസർ എന്ന് അക്ഷയയുടെ കൂടെ ഉണ്ടായിരുന്ന LDF പ്രവർത്തകൻ പറഞ്ഞു. 1 മണിക്ക് കുട്ടി അതിൻ്റെ കൊച്ചിനെയും കൊണ്ട് അച്ഛനടക്കം വോട്ട് ചെയ്യാൻ വന്നു.
അച്ഛൻ നോട്ട് ചെയ്ത് ഈ കുട്ടിയുടെ കയ്യുമ്മ 15 സ്റ്റിച്ച് 6-ാം തീയതി സംഭവിച്ചതാണ്. അത് പഴിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. അപ്പോൾ അവിടുത്തെ പ്രിസൈഡിങ് ഓഫീസർക്ക് അത് അഴിച്ച് കാണാൻ ഈ വിരലിങ്ങനെ ഇരിക്കുമ്പോൾ മറ്റു വിരലുമ്മേ മഷി തേക്കാനുള്ള ഓപ്ഷൻ ഇല്ല എന്നാണ് ആൾ പറയുന്നത്. എന്നാലും അവർ വീട്ടിൽ പോയിട്ട് അതിൻ്റെ രേഖകളൊക്കെ എടുത്തു വന്ന് ആസ്പത്രി രേഖകളും എക്സ്റേ അടക്കം കൊണ്ടുവന്നു. ആ കൊണ്ടുവന്നിട്ട് കയറുമ്പോൾ ഞാനടക്കം കയറി ഞാൻ സംസാരിച്ചു, ആ മാഡത്തിനോട് സംസാരിച്ചപ്പോൾ ആൾ പറഞ്ഞു വിരലില്ലെങ്കിൽ അടുത്ത വിരലുമ്പോൾ മഷി തേക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, ഇതിന് വേറൊരു ഓപ്ഷൻ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു ഇനി മുകളിൽ നിന്ന് കളക്ടർ ആരെങ്കിലും വിളിച്ച് പറഞ്ഞാൽ ഇത് നടക്കുമോ എന്ന് ചോദിച്ചു. ആ ചോദിച്ചത് ആ മാഡത്തിന് തീരെ ഇഷ്ടമില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ തന്നെ ആൾ എന്നോട് പറഞ്ഞ ഭാഷ, നിങ്ങൾ കളക്ടറല്ല ഏത് മുകളിൽ നിന്ന് ആരെ വിളിച്ച് പറഞ്ഞാലും ശരി ഇവിടുത്തെ പരമാധികാരി ഞാനാണ്, ഞാൻ തീരുമാനിക്കുന്നത് ഇവിടെ നടക്കുള്ളൂ എന്ന് പറഞ്ഞു. അത് കേട്ട ഭാഷ കേട്ടപ്പോൾ തന്നെ എനിക്ക് എന്തോ പന്തികേട് തോന്നി. ഞാൻ അന്ന് തന്നെ മാഡം തീരുമാനിച്ചോ എന്ന് പറഞ്ഞിട്ട് ഞാൻ പുറത്തേക്ക് പോകുന്നു. ആ കുട്ടി അവിടെ കുറേ നേരം നിന്നു. ആ കുട്ടി പിന്നെ കരഞ്ഞിട്ടാണ് പുറത്തേക്ക് ഇറങ്ങി വന്നത്. അവരൊന്നും പറഞ്ഞില്ല, എൻ്റെ ഒരു ഇതും എടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് വന്നു. അപ്പോൾ ഞാൻ മോൾ കരയണ്ട, അവിടെ നിൽക്ക്, തീരുമാനം ഉണ്ടാക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ മോളിലേക്ക് മറ്റുള്ളവരൊക്കെ അറിയിച്ച് എല്ലാവരും വന്ന് പിന്നെയാണ് ഇത്. പിന്നെ പലരും വന്ന് എല്ലാ അധികാരികളെയും വിളിച്ച് വരുത്തി അവർ സംസാരിച്ചിട്ടും ആൾ ഒരു നിലയ്ക്കും ആളുടെ തീരുമാനമാണ് പരമാധികാരം, ഇതിൻ്റെ ഉള്ളിൽ വേറെ ആര് പറഞ്ഞിട്ട് ഞാൻ അതനുസരിക്കില്ല എന്നുള്ള രീതിയിലുള്ള ഇതാണ് ഇത്തരത്തിലെത്തിയത് ഈ പ്രശ്നം. സംഭവം LDF പ്രവർത്തകർ അറിയിച്ചതിനെ തുടർന്ന് മുൻ മന്ത്രി VS സുനിൽകുമാർ, CPM ഏരിയ സെക്രട്ടറി അനൂപ് ഡേവിസ് കാട തുടങ്ങിയവരും രാഷ്ട്രീയ പ്രവർത്തകരും സ്ഥലത്തെത്തിയതോടെ തർക്കം രൂക്ഷമായി. യുവതിയെ വോട്ട് ചെയ്യിക്കുകയും പ്രിസൈഡിംഗ് ഓഫീസർക്കെതിരെ നടപടിയെടുക്കുകയും ചെയ്യണമെന്ന് മുൻ മന്ത്രി VS സുനിൽകുമാറും അനൂപ് ഡേവിസ് കാടയും ജില്ലാ കളക്ടറോട് ആവശ്യപ്പെട്ടു. മെഡിക്കൽ രേഖകൾ കാണിച്ചു, എക്സ്റേ കാണിച്ചു, ഡോക്ടർമാരോട് വന്നിട്ട് അവർ സമ്മതിച്ചിട്ടില്ല. അവര് പറയുന്നത് ഈ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് മൂടിക്കെട്ടിയിരിക്കുന്ന തുണി അഴിച്ച് കാണിച്ചു കൊടുക്കുന്നതാണ് പറയുന്നത്. എക്സ്റേ പോരാന്നാണ് പറയുന്നത്. എങ്ങനെയാണ് ഈ എക്സ്റേ അടക്കമുള്ള കാര്യങ്ങൾ കാണിച്ചു കൊടുത്താലും പറ്റില്ല എന്ന് പറയാണ്. അവർക്ക് രാഷ്ട്രീയം ഉണ്ടോ ഞാൻ സംശയിക്കുകയാണ്. ഇപ്പോൾ ഇതുവരെ ഞാൻ സംശയിച്ചിട്ടില്ല. അവർക്ക് രാഷ്ട്രീയം ഉണ്ടോ എന്ന് കൂടി പരിശോധിക്കണം. മറ്റു രാഷ്ട്രീയ ഏജന്റുമാർക്ക് ഒരു പരാതി ഇല്ലല്ലോ. ഇപ്പൊ BJPയുടെ ബൂത്ത് ഏജന്റോ UDFന്റെ ബൂത്ത് ഏജന്റോ ഒന്നും ഒരു പരാതിയില്ല. പരാതിയില്ലാത്ത ഒരു വോട്ടറെ വോട്ട് ചെയ്യിപ്പിക്കുന്നതിന് പകരം അവർ വോട്ട് ചെയ്യിപ്പിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ അത് പ്രിസൈഡിംഗ് ഓഫീസർ ഡിസ്ക്രിപ്ഷൻ അല്ല, ഡിസ്ക്രിപ്ഷന്റെ ലംഘനമാണ്. ഇനി ടെൻഡർ വോട്ട് ചെയ്യിപ്പിക്കുക, അവരെ കൊണ്ട് വോട്ട് ചെയ്യിക്കാൻ പറ്റില്ല, ടെൻഡർ വോട്ട് ചെയ്യിപ്പിക്കാം, അത് ചെയ്യുന്നില്ല. കളക്ടർ പറഞ്ഞു, റിട്ടേണിംഗ് ഓഫീസർമാർ ഇവിടെ ADM ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട്. അവർ പറഞ്ഞു DMO ഉൾപ്പെടെയുള്ള ആളുകളുടെ മെഡിക്കൽ സംഘം ഇവിടെ വന്ന് പരിശോധിച്ച് അത് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. എന്നിട്ടും സമ്മതിക്കുന്നില്ല. എന്തോ മാനസികമായ പ്രയാസം പ്രശ്നം ആ സ്ത്രീക്കുണ്ടെന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇവിടെ വോട്ട് ചെയ്യാതെ ഇവരെ വിടുന്ന പ്രശ്നം ഞങ്ങൾ ഉദിക്കുന്നില്ല. ഇവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം, ഇവർക്കെതിരെ കേസെടുക്കണം എന്നുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പറയുന്നത്. തുടർന്ന് ADM R മനോജ് സ്ഥലത്തെത്തി മാർഗനിർദ്ദേശം നൽകിയതനുസരിച്ച് സത്യവാങ്മൂലം എഴുതി വാങ്ങി 6:10 ബാൻഡേജ് ഇട്ട വിരലിൽ തന്നെ മഷി പതിപ്പിച്ച് അക്ഷയയെ വോട്ട് ചെയ്യാൻ അനുവദിക്കുകയായിരുന്നു പോളിംഗ് ഉദ്യോഗസ്ഥർ. കുറെ മണിക്കൂറിന്റെ കാത്തിരിപ്പിന് എനിക്ക് എന്റെ ഈ കൈന്റെ ഇത് അഴിച്ചു മാറ്റണം എന്നാണ് അവർ പറഞ്ഞത്. അവർക്ക് വിശ്വാസമാവണില്ല എനിക്ക് ഇഞ്ചുറി പറ്റിയിട്ടുള്ളത്. അവര് ഡോക്ടറെ പ്രിസ്ക്രിപ്ഷൻ കൊടുത്തിട്ട് അവര് വിശ്വസിക്കാനായിട്ട് തയ്യാറാവണില്ല. മേലുദ്യോഗസ്ഥരോട് വിളിച്ച് പറയിച്ചിട്ട് അവർ നേരിട്ട് ഇടപെട്ടിട്ടും അവര് ഒന്നിനും തയ്യാറായില്ല. ഇപ്പോൾ 6 മണി സമയം, ഇത്ര 1:30 വന്നതാണ് ഞാൻ. ഇത്ര മണിക്കൂറിനുള്ളിലാണ് എനിക്കിത് ചെയ്യാൻ സാധിച്ചത്. ഇല്ല, ഇത് എനിക്കുള്ള അനുഭവം ആർക്കും ഉണ്ടാകരുതെന്നാണ് എൻ്റെ ആഗ്രഹം. ഞാൻ ഇവിടെ 1:30 വന്നതാണ്. എൻ്റെ മോളും ഞാനും എൻ്റെ അച്ഛനും അമ്മയും വന്നതാണ്. അമ്മ തിരിച്ചു പോയി. ഞാനും എൻ്റെ അച്ഛനും 1:30 വന്നിട്ട് ഇതിപ്പോൾ 6 മണി സമയം. ഞാനും അച്ഛനും ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല. വിരലില്ലാത്തവർക്ക് മാത്രം മറ്റേ ഫിംഗറിൽ ഇത് വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് ആൾ പറഞ്ഞത്. മറ്റ് സഹപ്രവർത്തകരടക്കം മറ്റു പേരിൽ ചെയ്തോട്ടെ എന്ന് പറഞ്ഞപ്പോൾ ആള് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അത് നിയമവിരുദ്ധമെന്ന് ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കളക്ടർ വിളിച്ച് പറയിക്കുന്നു പറഞ്ഞിട്ടും കളക്ടർ വന്നാലും എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത് ഓഫീസർ. ഇത്ര മണിക്കൂർ വീഴ്ച നിന്നിട്ട് വോട്ട് ചെയ്യാൻ പറ്റുകയോ ഇല്ലയെന്ന് അറിയാത്തതിൻ്റെ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ വോട്ട് ചെയ്യാൻ പറ്റിയതിൽ വളരെ സന്തോഷിക്കും. TCV തൃശൂർ. ഇടവേള. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുകുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും.
SG Golden Diamonds, SG Tower, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഓ ഈ സാറന്നെ ഫുള്ള് നാച്ചുറലാ? ആടാ ഫുള്ളി നാച്ചുറൽ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ, ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ അപ്പക്കുട്ടനുണ്ട്, ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. പുലർക്കാലേ പാടി കുഴലൂരേ കിളുച്ചിലേ എന്നു കിളുങ്ങും കാഞ്ചന ചിലമ്പിട്ടോടേവ കണി കാണാ മലർമാതിൻ കാന്തൻ വസുദേവാത്മജൻ പുലർക്കാലേ പാടി കുഴലൂരേ കിളുച്ചിലേ എന്നു കിളുങ്ങും. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SG Golden Diamonds, SG Tower, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. Key OTT, 32 OTT platforms and all the live contents in single app. Subscribe now. Key OTT, one platform, 32 OTTs. വാർത്തകളിലേക്ക് വീണ്ടും. വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിലെ വടക്കാഞ്ചേരി ഗേൾസ് ഹൈസ്കൂളിലെ പോളിംഗ് ബൂത്തിന് മുന്നിൽ NDA സ്ഥാനാർത്ഥിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധിച്ചു. വോട്ട് രേഖപ്പെടുത്താനെത്തിയ വോട്ടറുടെ വോട്ട് നേരത്തെ രേഖപ്പെടുത്തിയെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചതിനെ തുടർന്നാണ് സംഘർഷാവസ്ഥ ഉടലെടുത്തത്. NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബുവിന്റെയും BJP മണ്ഡലം പ്രസിഡന്റ് രഞ്ജിത്തിന്റെയും നേതൃത്വത്തിൽ പ്രവർത്തകർ ബൂത്തിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. വോട്ട് രേഖപ്പെടുത്താനായി ബൂത്തിലെത്തിയ കുമ്പളങ്ങാട് സ്വദേശി സജീവന്റെ വോട്ട് നേരത്തെ പോസ്റ്റൽ വോട്ടായി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് ഉദ്യോഗസ്ഥർ അറിയിച്ചത്. എന്നാൽ താൻ വോട്ട് ചെയ്തിട്ടില്ലെന്ന് സജീവൻ വ്യക്തമാക്കിയതോടെ NDA പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തുകയായിരുന്നു. വോട്ടിംഗിൽ ക്രമക്കേട് നടന്നുവെന്നാരോപിച്ച് വോട്ടെടുപ്പ് നിർത്തിവെക്കണമെന്ന് പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. പ്രതിഷേധത്തെ തുടർന്ന് പോലീസും BJP പ്രവർത്തകരും തമ്മിൽ രൂക്ഷമായ വാക്കുതർക്കമുണ്ടായി. സംഭവസ്ഥലത്ത് സംഘർഷാവസ്ഥ നിലനിൽക്കുന്നതിനാൽ വൻ പോലീസ് സന്നാഹമാണ് സ്ഥലത്ത് ക്യാമ്പ് ചെയ്തത്. തൃശൂർ കണ്ടശാംകടവ് കോൺവെന്റ് സ്കൂളിലെ പോളിംഗ് ബൂത്തിലെത്തിയ മണലൂർ മണ്ഡലം UDF സ്ഥാനാർത്ഥി TN പ്രതാപന് നേരെ കയ്യേറ്റ ശ്രമം നടന്നതായി പരാതി. പോളിംഗ് ബൂത്തിലെത്തിയ TN പ്രതാപനെ യാതൊരു പ്രകോപനവുമില്ലാതെ BJPയുടെ ബൂത്ത് ഏജന്റ് കയ്യേറ്റം ചെയ്യുകയായിരുന്നുവെന്ന് UDF മണലൂർ മണ്ഡലം പ്രസിഡന്റ് MV അരുൺ ആരോപിച്ചു. നോക്കി നിൽക്കാൻ പോലീസ് തയ്യാറാവുകയാണ് ഞങ്ങൾക്ക് ആമോഷം. ഇത് RSSന്റെ ഒരു ഹിഡൻ അജണ്ടയാണ്. ജോലിയിൽ മുന്നിൽ കണ്ടുകൊണ്ട് RSS സംഘപരിവാർ ശക്തികൾ ഐക്യജനാധിപത്യ മുന്നിൽ പ്രവർത്തകർക്ക് നേരെ മാത്രമല്ല സ്ഥാനാർത്ഥികൾക്ക് നേരെയും അക്രമം അഴിച്ചുകൂടിയാണ്. ഇത് ഒരു കാരണവശാലും ഞങ്ങൾ അംഗീകരിക്കില്ല. അതിശക്തമായി ഞങ്ങൾ പോരാടും, അതിശക്തമായി ഞങ്ങൾ നേരിടും. അതേസമയം സ്ഥാനാർത്ഥിക്ക് മാത്രമാണ് പോളിംഗ് ബൂത്തിലേക്ക് കയറാനുള്ള അവകാശമുള്ളത് എന്നും എന്നാൽ UDF സ്ഥാനാർത്ഥിക്കൊപ്പം വന്ന ചിലർ പോളിംഗ് ബൂത്തിലേക്ക് കയറിയത് ചോദ്യം ചെയ്തപ്പോൾ BJP പ്രവർത്തകനെ കോൺഗ്രസ് പ്രവർത്തകർ കയ്യേറ്റം ചെയ്യുകയായിരുന്നുവെന്ന് മണലൂർ മണ്ഡലം NDA സ്ഥാനാർത്ഥി KK അനീഷ് കുമാർ പറഞ്ഞു. ആ മർദ്ദിക്കപ്പെട്ട ആളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നതിന് പകരം അയാളെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കാനുണ്ടായിട്ടുള്ളത്. മർദ്ദിച്ചവരെയാണ് പോലീസ് കസ്റ്റഡിയിൽ എടുക്കേണ്ടത്, അല്ലാതെ മർദ്ദിക്കപ്പെട്ട ആളെ ഇല്ല കസ്റ്റഡിയിൽ എടുക്കേണ്ടത്. അപ്പം നിയമവിരുദ്ധമായിട്ടുള്ളൊരു പ്രവർത്തനമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അതിനുള്ള പ്രതിഷേധമാണ് ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകർ ഇവിടെ പ്രകടിപ്പിച്ചത്. പോലീസ് പക്ഷപാതപരമായിട്ട് വിഷയത്തിൽ ഇടപെടുന്ന സാഹചര്യമുണ്ട്. പോലീസ് പക്ഷം പിടിക്കാൻ പാടില്ല. കണ്ടശാംകടവ് സ്കൂളിലെ പോളിംഗ് ബൂത്തിൽ UDF സ്ഥാനാർത്ഥി TN പ്രതാപനെ കയ്യേറ്റം ചെയ്തുവെന്ന പരാതിയെ തുടർന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തയാളെ തൃശൂർ ജനറൽ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കി. BJPയുടെ ബൂത്ത് ഏജന്റ് പ്രകാശൻ എന്നയാളെയാണ് TN പ്രതാപൻ ഉൾപ്പെടെയുള്ളവർ മർദ്ദിച്ചുവെന്ന BJPയുടെ പരാതിയെ തുടർന്ന് അന്തിക്കാട് പോലീസ് തൃശൂരിൽ കൊണ്ടുവന്ന പരിശോധനയ്ക്ക് ശേഷം ഇയാളെ അന്തിക്കാട് പോലീസ് തിരികെ കൊണ്ടുപോയി. UDF സ്ഥാനാർത്ഥി TN പ്രതാപന്റെ പരാജയ ഭീതിയാണ് BJP പ്രവർത്തകർക്കെതിരെയുള്ള കയ്യേറ്റമെന്നും ഇത് തീക്കൊള്ളിക്കൊണ്ട് തലചുറിയലാണെന്നും BJP തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് TCVയോട് പറഞ്ഞു. മണലൂരിൽ കുറച്ച് ദിവസങ്ങളായി TN പ്രതാപനും ഗുണ്ടകളും കൂടി ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ പ്രവർത്തകരെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു. ചില നുണപ്രചരണങ്ങൾ മണ്ഡലത്തിലുടനീളം പ്രചരിപ്പിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പരാജയഭീതി കൊണ്ടാണ് അദ്ദേഹം അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത്. പക്ഷേ ഇതിനൊക്കെ നിലയ്ക്ക് നിർത്താൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് അറിയാം. കൃത്യമായിട്ട് ഇതിലൊക്കെ ഇടപെടലുകൾ പാർട്ടി നേതൃത്വത്തിൽ ഉണ്ടാവും. വരും ദിവസങ്ങളിൽ പ്രധാനമന്ത്രി ബോധ്യപ്പെടും.
തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ സർപ്രൈസ് ഉണ്ടാകുമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. ഗുരുവായൂർ ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ 137 നമ്പർ പോളിംഗ് ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ BJP ഘടകമായി മാറും. ജനങ്ങളോട് ചെയ്ത ദ്രോഹത്തിന് ചോദിക്കാൻ ആളുണ്ടാകും. ശോഭയെപ്പോലെയുള്ളവരുടെ മുന്നേറ്റം തടയാൻ ചിലർ മുൻകൂട്ടി നിശ്ചയിച്ചിരിക്കുകയാണ്. അത്തരം ചെപ്പടി വിദ്യ ഒന്നും ഇവിടെ വിലപ്പോവില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ തവണത്തെ വിജയം ജില്ലയിൽ ആവർത്തിക്കുമെന്നും തികഞ്ഞ ആത്മവിശ്വാസമാണ് LDFിനുള്ളത് എന്നും CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ. ഞാനിപ്പോൾ നിൽക്കുന്നത് CPMന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിലാണ്. ഇവിടെ ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ എന്നോടൊപ്പമുണ്ട്. അദ്ദേഹത്തോട് ഇന്നത്തെ വോട്ടിങ്ങിൻ്റെ നിലവാരവും പ്രതീക്ഷകളും ഇപ്പോൾ നമുക്ക് പങ്കുവയ്ക്കാം. തൃശ്ശൂർ ജില്ലയിലെ 13 നിയമസഭാ മണ്ഡലങ്ങളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വളരെ അനുകൂലമായൊരു പ്രതികരണമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പം ഞങ്ങൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയ മുന്നേറ്റം ഈ തെരഞ്ഞെടുപ്പിലും ശക്തമായി നിലനിർത്തും. ഇതാണ് ഞങ്ങൾക്ക് ഓരോ മണ്ഡലങ്ങളിൽ നിന്നും ലഭ്യമാകുന്ന വിവരങ്ങൾ. നല്ല വിജയസാധ്യതയും പ്രതീക്ഷയും ഞങ്ങൾക്കുണ്ട്. ഇപ്പോൾ താഴെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ നമ്മുടെ വോട്ടുകൾ കൃത്യമായിട്ട് പോൾ ചെയ്യിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സംഘടനാ സംവിധാനം നല്ലതുപോലെ ചലിച്ചിട്ടുണ്ട്. LDF അതിലെ കക്ഷികളുടെ പരസ്പര ബന്ധവും ഇടപെടലും വളരെ നല്ല നിലയിൽ മുന്നോട്ട് പോയിട്ടുണ്ട്. ആ നിലയിൽ എന്തുകൊണ്ടും LDFന് തുടർ ഭരണം ലഭ്യമാക്കാൻ കഴിയുന്ന അത്ര എണ്ണം ഈ ജില്ലയിൽ നിന്ന് ഏറ്റവും മാക്സിമം ഉണ്ടാക്കാൻ കഴിയും എന്ന പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. മുൻതവണത്തേക്കാൾ വ്യത്യസ്തമായി ഇത്തവണ സാരി കൊടുക്കൽ വിവാദം, അതുപോലെ കിറ്റ് കൊടുക്കൽ, പിന്നെ പണം കൊടുക്കൽ, അങ്ങനെ പല നിലയ്ക്കും വോട്ടർമാരെ സ്വാധീനിക്കുന്ന ഒരു പുതിയ പ്രവണത ഇവിടെ ഉടലെടുത്തിരിക്കുന്നു. നോർത്ത് ഇന്ത്യയെ പോലെ തന്നെ ഇത്തരം സമീപനങ്ങളെ എങ്ങനെയാണ് ഇടതുപക്ഷ മുന്നണി നോക്കിക്കാണുന്നത്? നമ്മുടെ ജനാധിപത്യ പ്രക്രിയയെ അപഹസിക്കുന്ന ഒരു കാര്യമാണ് പണം കൊടുത്ത് വോട്ട് വാങ്ങുക, സാരി കൊടുത്ത് കിറ്റ് കൊടുത്ത് വോട്ട് വാങ്ങുക. ഇത് ജനങ്ങളെ, ജനാധിപത്യ വ്യവസ്ഥയെ എല്ലാം അപഹസിക്കുന്ന നമുക്ക് അന്യമായൊരു രീതിയാണ്. പക്ഷേ ഇത്തരത്തിൽ വോട്ടർമാരെ വിലയ്ക്ക് വാങ്ങാൻ കഴിയും എന്നുള്ള പ്രതീക്ഷ പൂർണ്ണമായും അസ്ഥാനത്താകും എന്നാണ് ഞങ്ങളുടെ കൃത്യമായ നിരീക്ഷണം. ഇത്തരം അനാശാസ്യ പ്രവണതകൾ ഉണ്ടാകുമ്പോൾ അതിനെതിരെ ഇലക്ഷൻ കമ്മീഷൻ സത്വര നടപടികൾ എടുക്കുന്നില്ല എന്നുള്ളൊരു ആക്ഷേപമുണ്ട്. അതേപ്പറ്റി എന്താണ് അഭിപ്രായം? അത് ശരിയാണ്. ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷനാണ് ഇത്തരം കാര്യങ്ങളിൽ ശക്തമായ ഒരു നിരീക്ഷണ സംവിധാനം, ഒരു ടവർ പോലെ പ്രവർത്തിപ്പിക്കേണ്ടത്. പക്ഷെ ഇപ്പോൾ എന്താ കാണുന്നത്? ഇപ്പോൾ ഏറ്റവും മ്ലേച്ഛമായ നിലയിൽ നമ്മുടെ കോഡ് ഓഫ് കോണ്ടക്റ്റിനെ ലംഘിച്ച നടപടികൾ ഉണ്ടായിട്ടും ഇലക്ഷൻ കമ്മീഷൻ വേണ്ടത്ര ചലിക്കുന്നില്ല. ഇപ്പോൾ ശ്രീ ഗോപാലകൃഷ്ണൻ്റെ ഏറ്റവും തെറ്റായ ഒരു പ്രസ്താവന വന്നു. എന്താ ഇലക്ഷൻ കമ്മീഷൻ എടുത്ത നിലപാട്? പലയിടങ്ങളിലും അനധികൃതമായി വിതരണം ചെയ്യാൻ ഇട്ടിരുന്ന കിറ്റുകൾ പിടികൂടി. ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ വളരെ പക്ഷപാതപരവും പല ഘട്ടങ്ങളിലും ഇനാക്റ്റീവുമായിട്ടുള്ള ഒരു സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. അത് തീർച്ചയായും പ്രതിഷേധാർഹമാണ്. ഏതായാലും ജനങ്ങളിതെല്ലാം നോക്കി കാണുന്നുണ്ട്. കേരളത്തിൻ്റെ ഒരു അന്തരീക്ഷത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അനഭിലഷണീയമാണ് എന്നവർ കാണുന്നു. അതുകൊണ്ട് തന്നെ ഇലക്ഷൻ കമ്മീഷൻ്റെ ഈ നിലപാടുകൾക്കെതിരായി കൂടി ജനങ്ങൾ വോട്ടിങ്ങിലൂടെ പ്രതികരിച്ചിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ കരുതുന്നത്. തികഞ്ഞ ആത്മവിശ്വാസത്തിൽ കഴിഞ്ഞ തവണത്തെ പോലെ ഉന്നതമായ വിജയം ആവർത്തിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇടതുപക്ഷ മുന്നണി. CPM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്നും ക്യാമറാമാൻ റോയ്ക്കൊപ്പം അഗസ്റ്റിൻ, TCV ന്യൂസ്. ഈ തെരഞ്ഞെടുപ്പിൽ തൃശൂർ ജില്ലയിൽ UDF അട്ടിമറി വിജയം നേടുമെന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് പറഞ്ഞു. ഞാനിപ്പോൾ നിൽക്കുന്നത് ജില്ലാ കോൺഗ്രസ് അധ്യക്ഷൻ ജോസഫ് ടാജറ്റിൻ്റെ അടുത്താണ്. കോൺഗ്രസിൻ്റെ പ്രതീക്ഷകൾ പങ്കുവയ്ക്കുകയാണ് അദ്ദേഹം നമ്മോടിപ്പോൾ. ഞങ്ങൾ വലിയ ആത്മവിശ്വാസത്തിലാണ്. തീർച്ചയായും ഒരു അട്ടിമറി വിജയം തന്നെ ഞങ്ങളെ സംബന്ധിച്ച് തൃശ്ശൂരിലുണ്ടാകും. കഴിഞ്ഞ 10 വർഷക്കാലമായി ഞങ്ങൾക്ക് ഓരോ MLAമാരാണ് ലഭിച്ചിരുന്നത്. അന്ന് ഇടതുപക്ഷത്തിന് ഗുണകരമായ ചില ഘടകങ്ങളുണ്ടായിരുന്നു. തീർച്ചയായും ആ ഘടകങ്ങളൊക്കെ ഈ പ്രാവശ്യം UDFന് അനുകൂലമായി മാറുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ജില്ലയെ സംബന്ധിച്ച് സംസ്ഥാനത്ത് UDFൻ്റെ വലിയ തിരിച്ചുവരവ് പറയുമ്പോഴും
ജില്ലയെ സംബന്ധിച്ച് പിന്നെ പറയുന്നവരൊക്കെ പ്രവചിക്കുന്നവർ അത്ര വലിയൊരു വിജയമല്ല. പക്ഷേ ആ പ്രവചനങ്ങളെ മുഴുവൻ തെറ്റിക്കും വലിയൊരു വിജയം തൃശ്ശൂരിനെ സംബന്ധിച്ച് ഞങ്ങൾക്കുണ്ട്. സാധാരണയിൽ വിട്ട് ഇത്തവണ കിറ്റ് വിവാദം, സാരി വിവാദം, അതുപോലെ രൂപ കൊടുക്കുന്ന വിവാദം, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടായി. ഇത് UDF-നെ സംബന്ധിച്ച് എങ്ങനെയാണ് പ്രതിഫലിക്കുക? ഞങ്ങളെ സംബന്ധിച്ച് ഇതിൽ വലിയ ആശങ്കയുണ്ട്. കാരണം ഒരു വ്യത്യസ്തമായൊരു സംസ്കാരമാണ് BJP കൊണ്ടുവന്നത്. ഇതിനൊക്കെ വോട്ടിന് വേണ്ടി ഇത്തരം കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയുന്നത് മലയാളികളുടെ മനസ്സിലേ ഇല്ല. അതൊരു നമ്മളൊക്കെ കേട്ടിട്ടുള്ളൂ, നോർത്ത് ഇന്ത്യയിൽ ഇങ്ങനെ നടക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ കേട്ടിട്ടുണ്ട്. ആ ഒരു സംസ്കാരമാണ്. അതിൻ്റെ പേരിലൊന്നും ഇപ്പോൾ തൃശ്ശൂരിലാണ് 2 സ്ഥലത്ത് കിറ്റ് പിടിച്ചത്, അതുപോലെ വാടാനപ്പള്ളി, മണലൂർ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ. ഇതുകൊണ്ടൊന്നും ജനാധിപത്യ കേരളത്തിൻ്റെ മനസ്സിനെ അട്ടിമറിക്കാൻ BJPക്ക് ആവില്ല. വോട്ടർമാരൊന്നും ഇത്തരം കാര്യങ്ങൾ കാണിച്ചാൽ അതിൽ പെട്ടുപോകുന്നവരല്ല. ഇവർ ജനാധിപത്യ ബോധ്യമുള്ളവരാണ്, മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്നവരാണ്. അതുകൊണ്ട് ഈ നീക്കം BJPക്ക് വൻ തിരിച്ചടിയാവുമെന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. അതുപോലെ തന്നെ ഇന്ന് മണലൂരിൽ ഒരു അക്രമമായിട്ട് ബന്ധപ്പെട്ട സംഭവം ഉണ്ടായി. ഈ അക്രമത്തിന്റെ പാതയിലേക്ക് രാഷ്ട്രീയ പാർട്ടികൾ നീങ്ങുന്നു എന്നൊരു ദുഃഖകരമായ സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതേപ്പറ്റി എന്താണ്? ആ ഒരു സാഹചര്യം ഉണ്ടാക്കുന്നത് ഇലക്ഷൻ കമ്മീഷനല്ലേ? ഇലക്ഷൻ കമ്മീഷൻ സത്വര നടപടികൾ സ്വീകരിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ വാടാനപ്പള്ളി കിറ്റ് പിടിച്ചു, മണലൂരിൽ കിറ്റ് പിടിച്ചു, കാച്ചേരിയിൽ കിറ്റ് പിടിച്ചു, ഇവിടെയൊക്കെ ഒരു സത്വര നടപടി, നീതിപൂർവമായ ഒരു നടപടി ഉണ്ടായിരുന്നെങ്കിൽ ആരും ഇതിന് മുതിരില്ല. ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തു നിന്നുള്ള വലിയ വീഴ്ചയാണ്. പോലീസ് ആ ചിത്രം കണ്ടാൽ അറിയാലോ, പോലീസ് നോക്കുകുത്തിയായിട്ട് നിൽക്കുന്ന പോലീസിനെ ചട്ടുകമാക്കിയിരിക്കുകയാണ് ഇലക്ഷൻ കമ്മീഷൻ. ഇലക്ഷൻ കമ്മീഷന്റെ അധികാരം ഉപയോഗിച്ച് പോലീസിനെ വരുതിയിലാക്കിയിരിക്കുന്നു. അവർ പറയുന്ന പോലെ ചെയ്യണം. ഒരു മുൻ MP, 3 പ്രാവശ്യം MLA ഇനി ഇതൊക്കെ മാറ്റിവെക്കുക. മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയല്ലേ, അദ്ദേഹത്തെ തടയുക പരസ്യമായി. അതിൻ്റെ ഉള്ളിലുള്ള പ്രിസൈഡിങ് ഓഫീസറോ ആരും തന്നെ അതിൽ ഇടപെടുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എത്രയോ അപകടകരമായ ഒരു രീതിയിലേക്ക് ഇലക്ഷൻ കമ്മീഷൻ്റെ സംവിധാനം പോയി എന്നുള്ളതാണ്. അപ്പോൾ BJPക്ക് ഇത്തരത്തിലുള്ള ആ ഒരു അക്രമമൊക്കെ ഉണ്ടാക്കിയാൽ വലിയ ലക്ഷ്യമാണ്. കണ്ടശാങ്കടവാണ് മേഖല. അവിടെ പോൾ ചെയ്യുന്ന വോട്ടിൽ 60 to 70% കോൺഗ്രസ് വോട്ടേഴ്സാണ്. ആ വോട്ട് അവിടെ ഒരു ഇഷ്യൂ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർ വോട്ട് ചെയ്യാൻ വരില്ലല്ലോ, സ്വാഭാവികമല്ലേ. ഒരു സ്ഥലത്ത് പ്രശ്നം നടന്നാൽ നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള വോട്ടർമാർ പിന്നെ അതിന് പോവില്ല. അതായിരുന്നു അവരുടെ ലക്ഷ്യം. സ്ഥാനാർത്ഥിയെ തന്നെ പിന്നെ ആക്രമിച്ചു എന്ന് പറഞ്ഞാൽ ആരാണ് വോട്ട് ചെയ്യാൻ വരിക? അപ്പം അത് ഇലക്ഷൻ കമ്മീഷൻ്റെ ഭാഗത്തു നിന്നുള്ള വലിയ വീഴ്ചയാണ്. അത് ശരിയായ നടപടിയല്ല. ഇത് BJP RSSൻ്റെ അജണ്ടയാണ്. ആ അജണ്ട തൃശ്ശൂരിൽ നടപ്പിലാവില്ല, അതിൽ യാതൊരു സംശയം. ഈ ഇലക്ഷൻ കമ്മീഷന്റെ നിസ്സംഗതയ്ക്കെതിരെ ഇന്നലെ ഇടതുപക്ഷം ഒരു സമരമുറ ആവിഷ്കരിക്കുകയുണ്ടായി. അതുപോലെ ഏതെങ്കിലും സമരമുറയ്ക്ക് UDF തയ്യാറാവുന്നുണ്ടോ? അല്ല, ഞങ്ങളെ സംബന്ധിച്ച് ആ ഇൻസ്റ്റന്റിൽ ഞങ്ങൾ പ്രതികരിക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ വാടാനപ്പള്ളിയിൽ ഞങ്ങളല്ലേ അവിടെ ത്രൂ ഔട്ട് രാവിലെ 10 മണി മുതൽ ഞങ്ങൾ വൈകിട്ട് 5 മണി വരെ ഇരുന്നത്. ഞങ്ങൾ കണ്ടെത്തി അല്ലെങ്കിൽ ഞങ്ങൾ ഇടപെടേണ്ട കാര്യങ്ങളിൽ മുഴുവൻ വലിയ ഇടപെടൽ UDFന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അട്ടിമറി വിജയം UDFന് കൈവരിക്കാനാകുമെന്നാണ് DCC അധ്യക്ഷൻ നമ്മോട് പറയുന്നത്. തൃശ്ശൂർ DCCയിൽ നിന്നും ക്യാമറാമാൻ റോയ്ക്കൊപ്പം അഗസ്റ്റിൻ, TCV ന്യൂസ്. ചേർപ്പ് വെങ്ങിണിശ്ശേരിയിൽ മദ്യപാനത്തിനിടെ സുഹൃത്തിന്റെ മർദ്ദനമേറ്റ് പ്രവാസിയായ ഗൃഹനാഥൻ കൊല്ലപ്പെട്ടു. വെങ്ങിണിശ്ശേരി സ്വദേശി തേറാട്ടിൽ വീട്ടിൽ 52 വയസ്സുള്ള രാജു ജോർജാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ രാജുവിന്റെ സുഹൃത്തും അയൽവാസിയുമായ പുത്തൂർ വീട്ടിൽ പ്രിൻഡോയെ പ്രിൻഡോ ഫ്രാൻസിസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കൊല്ലപ്പെട്ട രാജു ജോർജിന്റെ വെങ്ങിണിശ്ശേരിയിലെ വീട്ടിൽ വ്യാഴാഴ്ച പുലർച്ചെ 2 മണിയോടെയായിരുന്നു കൊലപാതകം നടന്നത്. ദുബായിൽ കമ്പനിയിൽ ഇലക്ട്രീഷ്യനായി ജോലി ചെയ്യുകയായിരുന്നു രാജു. 2 ആഴ്ച അവധി കഴിഞ്ഞ് തിരിച്ചു പോകാനിരിക്കെയാണ് ദാരുണമായ കൊലപാതകം നടന്നത്. രാജുവിന്റെ വീടിന് പുറകിൽ ക്ലോക്ക് നിർമ്മാണത്തിനായുള്ള ഔട്ട് ഹൗസ് ഉണ്ടായിരുന്നു. ഇവിടെ വെച്ചാണ് കൊലപാതകം നടന്നത്. രാജുവും പ്രതിയും അയൽവാസിയുമായ സുഹൃത്ത് പുത്തൂർ വീട്ടിൽ പ്രിൻഡോ ഫ്രാൻസിസും മറ്റ് 4 സുഹൃത്തുക്കളും ഒന്നിച്ച് മദ്യപിക്കുകയായിരുന്നു. മദ്യലഹരിക്കിടെ ഇരുവരും തമ്മിലുണ്ടായ വാക്കുതർക്കം സംഘട്ടനത്തിൽ കലാശിക്കുകയായിരുന്നു. മർദ്ദനത്തിൽ ഗുരുതരമായി പരിക്കേറ്റ രാജു സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു.
ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിൽ യന്ത്ര തകരാർ മൂലം വോട്ടിംഗ് തടസ്സപ്പെട്ടു. ചാലക്കുടി നിയോജക മണ്ഡലത്തിൽ 4 ബൂത്തുകളിൽ വോട്ടിംഗ് യന്ത്രങ്ങൾ പണിമുടക്കി. 39 നമ്പർ നായരങ്ങാടി ബൂത്തിൽ 1 മണിക്കൂറും കൊരട്ടി പോളിടെക്നിക് കോളേജിലെ 203 ബൂത്തിൽ ആണ് യന്ത്ര തകരാർ ഉണ്ടായത്. വെറ്റിലപ്പാറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 66 നമ്പർ ബൂത്തിൽ അരമണിക്കൂറോളം വോട്ടിംഗ് തടസ്സപ്പെട്ടു. വേലൂർ തയ്യൂർ സ്കൂളിലെ 192 നമ്പർ ബൂത്തിലെ വോട്ടിംഗ് യന്ത്രം തകരാറിലായതിനെ തുടർന്ന് 40 മിനിറ്റോളം വോട്ടെടുപ്പ് തടസ്സപ്പെട്ടു. കുന്നംകുളം കരിക്കാട് അല്ലമീൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ സി ബ്ലോക്കിലുള്ള 34 നമ്പർ ബൂത്തിൽ വോട്ടിംഗ് യന്ത്രം തകരാറിലായി. ബഥനി ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളിലെ 101 നമ്പർ ബൂത്തിലെ വോട്ടെടുപ്പ് യന്ത്രവും തകരാറിലായി. അക്കിക്കാവ് ആൽത്തറ സ്കൂളിലെ 49 നമ്പർ ബൂത്തിലും അരമണിക്കൂറോളം വോട്ടിംഗ് തടസ്സപ്പെട്ടു. ജമാഅത്തെ ഇസ്ലാമി പാലക്കാടിനെ ഭീകരവാദികളുടെ ഹബ്ബാക്കി മാറ്റുകയാണെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രൻ ആരോപിച്ചു. തെക്കുംകര ഗ്രാമപഞ്ചായത്തിലെ മണലുത്തറ ജനകീയ വിദ്യാലയം ബൂത്ത് നമ്പർ 73-ൽ വോട്ട് ചെയ്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു ശോഭാ സുരേന്ദ്രൻ. ജമാഅത്തെ ഇസ്ലാമിയുടെ തണലിൽ ഒരു വിഭാഗം മാധ്യമങ്ങൾ ഇതിനെ കുടപിടിക്കുകയാണ്. ഇത്തരം മാധ്യമങ്ങൾ തന്നെ നിരന്തരം വേട്ടയാടുകയാണ്. ഇതിന് പിന്നിൽ ഷാഫി പറമ്പിൽ MP-യാണ്. KC വേണുഗോപാലിന്റെ അനുഗ്രഹവുമുണ്ട്. പ്രധാനമന്ത്രിയും കേന്ദ്രമന്ത്രിമാരും പങ്കെടുത്ത പ്രധാന പരിപാടികൾ പോലും ചില മാധ്യമങ്ങൾ കാണുന്നില്ല. ഇത് അങ്ങേയറ്റം ആപൽക്കരമായ പ്രവണതയാണ്. താൻ വോട്ടർക്ക് പണം നൽകിയെന്നാണ് പുതിയ ആരോപണം. ഇതിന് രേഖയും തെളിവും ഇല്ല. എന്നിട്ടും വേട്ടയാടൽ തുടരുന്നു. പാലക്കാട് കോൺഗ്രസ് നഗരസഭാ കൗൺസിലർ ക്രൂരമായി പീഡിപ്പിച്ച ദളിത് പെൺകുട്ടി ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും നിശ്ചയമില്ല. ഇതൊന്നും പുറത്തു കൊണ്ടുവരാൻ മാധ്യമങ്ങൾക്ക് നേരമില്ലെന്നും ശോഭാ സുരേന്ദ്രൻ ആരോപിച്ചു. പാലക്കാട് തനിക്ക് വ്യക്തമായ ഡീലുണ്ട്. അത് ഇടതുവലത് മുന്നണികളെ തകർത്ത് വികസന വിപ്ലവം സൃഷ്ടിക്കുക എന്നതാണ്. തെരഞ്ഞെടുപ്പിന് ശേഷം കേരള രാഷ്ട്രീയത്തെ പിടിച്ചുലയ്ക്കുന്ന ചില വെളിപ്പെടുത്തലുകൾ നടത്തുമെന്നും അവർ കൂട്ടിച്ചേർത്തു. അല്ല, നിങ്ങൾ എന്താ ഈ വോയിസ് പുറത്തിറക്കാത്തത്? നിങ്ങൾക്ക് എന്താ ഷാഫി പറമ്പലിനോട് കണ്ടിട്ടുണ്ട് പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടികളുമുണ്ട്. എന്റെ ചോദ്യത്തിന് ഉത്തരം പറയും. എവിടെയാണ് ആ പെൺകുട്ടി? അവളെ കൊന്നോ? ദളിത് പെൺകുട്ടി എവിടെ? അവൾ മരിച്ചോ? അവളെ ഏതെങ്കിലും നാട്ടിലേക്ക് നാട് കടത്തിയോ? അതോ ഷാഫി പറമ്പലിന്റെയും പ്രശോഭിന്റെയും അതുപോലെ തന്നെ ഈ ഗുണ്ട ക്രിമിനൽ സംഘത്തിന്റെ തീർച്ചയായിട്ടും അറിയാം. ഇങ്ങനെയുള്ള ഒരു കോക്കസ് ആണ് ഇത് പ്രവർത്തിച്ചത്. ഷാഫി പറമ്പലിന്റെ കൂടെയുള്ളവനാണല്ലോ ഞാൻ അവൻ ആംഗ്യം കാണിക്കുന്ന ഫോട്ടോ അത് പുറത്തു വിട്ടിട്ടുണ്ടല്ലോ. കൂടുതൽ അല്ല, ജമാഅത്ത് ഇസ്ലാമിയുടെ തണലിലാണ് പാലക്കാട് ഷാഫി പറമ്പിൽ ഈ സ്ത്രീ പീഡനത്തിനും ഈ അഴിമതിക്കും ക്രിമിനൽ വൽക്കരണത്തിനും നേതൃത്വം നൽകുന്നത്. പ്രക്ഷോഭന്റെ ഇന്നത്തെ വോയിസ് ഉണ്ട്, ഒന്ന് സംപ്രേഷണം ചെയ്യണം. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് ഭൂരിപക്ഷം ലഭിച്ച മണ്ഡലങ്ങളിലെല്ലാം ഇത്തവണയും NDA സ്ഥാനാർത്ഥികൾക്ക് മുന്നേറാനായതിൽ വിജയത്തിന്റെ കാര്യത്തിൽ തികഞ്ഞ ആത്മവിശ്വാസമാണ് ഉള്ളതെന്ന് BJP തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് പറഞ്ഞു. ഭാരതീയ ജനതാ പാർട്ടി തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ ശ്രീ സുരേഷ് ഗോപി MP വിജയിച്ചിട്ടുള്ള ഒരുപാട് മണ്ഡലം, 6ഓളം മണ്ഡലങ്ങളുണ്ട്. ഈ മണ്ഡലങ്ങളിലെല്ലാം നല്ല മത്സരം നടക്കുകയാണ്. ഇവിടെയെല്ലാം വിജയിക്കുമെന്ന് തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടി പ്രതീക്ഷിക്കുന്നത്. അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. പ്രത്യേകിച്ച് വോട്ടിംഗ് പെർസെൻറ്റേജൊക്കെ നല്ല രീതിയിൽ ഉയരുന്നു. നല്ല ബഹുജന ജനങ്ങളുടെ പിന്തുണയാണ് ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥികൾക്ക് കിട്ടുന്നത്. ഞങ്ങൾ തികച്ചും വലിയ വിജയപ്രതീക്ഷയിലാണ്. വലിയ പ്രതീക്ഷയിലാണ്. നിരവധി മണ്ഡലങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ വിജയമുണ്ടാവും. BJP ഇപ്രാവശ്യം കേരളത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമെന്നും ഗുരുവായൂരിലും തൃശൂരിലും നല്ല വിജയ സാധ്യത ഉണ്ടെന്നും ഗുരുവായൂർ നിയോജകമണ്ഡലം NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ പറഞ്ഞു. തൃശൂർ MTIയിൽ കുടുംബത്തോടൊപ്പം വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തെരഞ്ഞെടുപ്പ് കേരള രാഷ്ട്രീയത്തിന്റെ നിർണായകമായ ഒരു വഴിത്തിരിവായിരിക്കും. താൻ ഗുരുവായൂരിൽ ഉയർത്തിയ വിഷയങ്ങൾ ഏറെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് എത്ര കണ്ട് വിജയിച്ചു എന്നത് തിരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നതിന് വരുമ്പോൾ മനസ്സിലാകും. ഗുരുവായൂരിൻ്റെ വികസനമാണ് താൻ ഉയർത്തി കാണിച്ചത്. ഏതെങ്കിലും കാരണവശാൽ താൻ ഉയർത്തിയ വിഷയങ്ങൾ ജനങ്ങൾ സ്വീകരിച്ചില്ലെങ്കിൽ അടുത്ത 5 വർഷവും ഗുരുവായൂരിൽ പ്രവർത്തിക്കുമെന്നും കഴിഞ്ഞ 50 വർഷമായി ഗുരുവായൂരിന് വികസനമില്ലെന്നും ഗോപാലകൃഷ്ണൻ പറഞ്ഞു. മുസ്ലിം ലീഗിൽ ചേർന്ന ഞരളത്ത് ഹരിഗോവിന്ദനെതിരെയും ഗോപാലകൃഷ്ണൻ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചു. സോപാന സംഗീതം ക്ഷേത്രങ്ങളിൽ പാടാൻ അദ്ദേഹത്തിന് അർഹതയില്ലെന്നും ഗോപാലകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു. നല്ല സാധ്യതകളാണ് തീർച്ചയായിട്ടും ഗുരുവായൂരിലും. അതുപോലെ ഇപ്പം എൻ്റെ മണ്ഡലമാണ് തൃശ്ശൂർ. ഞാനിപ്പം ഈ 2 മണ്ഡലത്തെക്കുറിച്ച് എനിക്ക് പറയാൻ കഴിയുള്ളൂ.
ഗുരുവായൂരിലെ സാധ്യത വളരെ ഏറെയാണ്. തീർച്ചയായിട്ടും വിജയിക്കും. അതുപോലെ തന്നെ ഞാൻ വോട്ട് ചെയ്തിട്ടുള്ള ഈ തൃശ്ശൂർ മണ്ഡലം ഞാൻ അന്വേഷിച്ചിടത്തോളം വളരെ കൂടുതൽ സാധ്യതയുണ്ട്. BJP ഇപ്രാവശ്യം അത്ഭുതങ്ങൾ സൃഷ്ടിക്കും. കേരളത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കും. ഈ തെരഞ്ഞെടുപ്പ് ഒരു നിർണായകമായ കേരള രാഷ്ട്രീയത്തിൻ്റെ ഒരു നിർണായക വഴിത്തിരിവായിരിക്കും. അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ BJP കേരളത്തിൽ മാറും. കേരള രാഷ്ട്രീയത്തിൻ്റെ ഇനിയുള്ള ദിശകൾ ഇത്രയും കാലത്തെ കേരള രാഷ്ട്രീയത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു പുതിയ ദിശ, ആ ദിശ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിലുണ്ടാവും. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. കണിക്കൊന്നയും കണിവെള്ളരിയും ഒരുക്കി ഒരു വിഷുദിനം കൂടി വരവായി. ഏവർക്കും കേരള വസ്ത്രാലയത്തിന്റെ വിഷുദിനാശംസകൾ. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. ടുലിപ്സ്, എവറി ബ്യൂട്ടി സൊല്യൂഷൻ അണ്ടർ എ സിംഗിൾ അംബ്രല്ല. ഹായ്, വിഷു ഒക്കെ അല്ലേ വരുന്നത്. നമ്മുടെ ടുലിപ്സിൽ പുതിയ കുറെ ഓഫേഴ്സ് വന്നിട്ടുണ്ട്. ഏതൊക്കെയാന്നല്ലേ? ടുലിപ്സിൽ വന്ന് ഏത് ഹെയർ സ്പാ ചെയ്ത് കഴിഞ്ഞാലും ഡീറ്റ് ആൻഡ് പാക്ക് ഫ്രീ ആയിരിക്കും. അത് മാത്രമല്ല, പെഡിക്യൂർ വിത്ത് മാനിക്യൂർ ചെയ്ത് കഴിഞ്ഞാലും ഡീറ്റ് ആൻഡ് പാക്ക് ഫ്രീ ആയിരിക്കും. അപ്പൊ ഈ ഓഫേഴ്സ് ആരും മിസ്സാക്കണ്ട. എത്രയും പെട്ടെന്ന് ടുലിപ്സിലേക്ക് വന്നോളൂ. ടുലിപ്സ്, എവറി ബ്യൂട്ടി സൊല്യൂഷൻ അണ്ടർ എ സിംഗിൾ അംബ്രല്ല. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. നേടൂ 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി EV കാർ, മറ്റനവധി സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ, അല്ലെങ്കിൽ റിന്യൂ ചെയ്യൂ. നേടൂ നിരവധി ആകർഷകമായ സമ്മാനങ്ങൾ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. വാർത്തകളിലേക്ക് വീണ്ടും. പോളിംഗ് ബൂത്തിന് മുന്നിൽ പതിച്ചിരുന്ന ഇലക്ഷൻ കമ്മീഷന്റെ പോസ്റ്റർ കീറിയതിന് 3 മാധ്യമപ്രവർത്തകർക്കെതിരെ ഗുരുവായൂർ ടെമ്പിൾ പോലീസ് കേസെടുത്തു. പ്രിസൈഡിംഗ് ഓഫീസർ ജോബി ജോർജിന്റെ പരാതിയിലാണ് ടെമ്പിൾ SHO വിനോദ് വലിയാറ്റൂരിന്റെ നേതൃത്വത്തിൽ പോലീസ് കേസെടുത്തത്. ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ 137 നമ്പർ ബൂത്തിലെ ജനലിൽ പതിച്ചിരുന്ന പോസ്റ്ററാണ് കീറിയത്. രാവിലെ 7 മണിയോടെയാണ് സംഭവം. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി വോട്ട് ചെയ്യുന്ന ദൃശ്യം പകർത്താൻ എത്തിയതായിരുന്നു മാധ്യമപ്രവർത്തകർ. സുരേഷ് ഗോപി പോളിംഗ് ബൂത്തിന് അകത്തേക്ക് കയറിയതോടെ പുറത്ത് മാധ്യമപ്രവർത്തകർ തിരക്കുകൂട്ടുകയായിരുന്നു. ഇതിനിടെയാണ് ജനലിൽ ഒട്ടിച്ചിരുന്ന പോസ്റ്റർ കീറി ചില മാധ്യമപ്രവർത്തകർ ദൃശ്യം പകർത്തിയത്. പോളിംഗ് ബൂത്തിനകത്തെ ദൃശ്യങ്ങൾ പുറത്തേക്ക് കാണാതിരിക്കാനാണ് പോസ്റ്റർ ഒട്ടിച്ചിരുന്നത് എന്ന് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ പറഞ്ഞു. വിവിധ സഭാധ്യക്ഷന്മാർ വോട്ട് രേഖപ്പെടുത്തി. ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത്, മാർ ടോണി നിലങ്കാവിൽ എന്നിവർ തൃശൂർ സെന്റ് ക്ലിയേഴ്സ് സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി. FCRA നിയമഭേദഗതി മനുഷ്യത്വത്തിന് എതിരാണെന്ന് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം പ്രതികരിച്ചു. ഇരിഞ്ഞാലക്കുട രൂപത ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ ഇരിഞ്ഞാലക്കുട ലിറ്റിൽ ഫ്ലവർ സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി. വോട്ടവകാശം എങ്ങനെ വിനിയോഗിക്കണമെന്ന് സഭാവിശ്വാസികൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ടെന്ന് വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം അദ്ദേഹം പറഞ്ഞു. കൽദായ സഭാ അധ്യക്ഷൻ മാർ ഔഗിൻ കുര്യാക്കോസ് തൃശൂർ മാർത്തോമ ഗേൾസ് സ്കൂളിലും വോട്ട് രേഖപ്പെടുത്തി. പെരിഞ്ഞനത്ത് വോട്ട് ചെയ്ത് പടിയിറങ്ങുന്നതിനിടെ സ്ത്രീക്ക് വീണ് പരിക്കേറ്റു. പെരിഞ്ഞനം വെസ്റ്റ് സ്വദേശി തറയപ്പുറത്ത് ആനന്ദിന്റെ ഭാര്യ രേഖയ്ക്കാണ് പരിക്കേറ്റത്. പെരിഞ്ഞനം വെസ്റ്റ് LP സ്കൂളിലാണ് സംഭവം. കൈക്ക് പരിക്കേറ്റ രേഖയെ പിന്നീട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ശ്രീനാരായണപുരത്ത് പോളിംഗ് ബൂത്തിലെ സീലിംഗ് ഫാൻ നിലംപതിച്ചു. ആർക്കും പരിക്കില്ല. പനങ്ങാട് ഹയർ സെക്കൻഡറി സ്കൂളിലെ 117 ബൂത്തിലാണ് സംഭവം. പോളിംഗ് പുരോഗമിക്കുന്നതിനിടെ മുറിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഫാൻ നിലംപതിക്കുകയായിരുന്നു. വാണിയംപാറ EKMUP സ്കൂളിലെ 37 നമ്പർ ബൂത്തിൽ വോട്ട് ചെയ്ത് പുറത്തിറങ്ങിയ ആൾ കുഴഞ്ഞു വീണ് മരിച്ചു. കൊമ്പഴ രാമൻചിറ സ്വദേശി 63 വയസ്സുള്ള വിനോദാണ് മരിച്ചത്. വോട്ട് രേഖപ്പെടുത്തി പുറത്തിറങ്ങിയ വിനോദിന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയായിരുന്നു. പോളിംഗ് ഓഫീസറുടെ നേതൃത്വത്തിൽ വീൽചെയറിൽ ഇരുത്തുന്ന സമയത്ത് കുഴഞ്ഞു വീഴുകയായിരുന്നു. ഉടൻ തന്നെ ആംബുലൻസിൽ തൃശൂരിലെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല.
ചലച്ചിത്ര മേഖലയിൽ നിന്നുള്ളവരും വോട്ട് രേഖപ്പെടുത്തി. ചലച്ചിത്ര താരം ടൊവിനോ തോമസ് ഇരിഞ്ഞാലക്കുടയിൽ വോട്ട് രേഖപ്പെടുത്തി. ഇരിഞ്ഞാലക്കുട ഗേൾസ് സ്കൂളിലെ 113 നമ്പർ ബൂത്തിലാണ് ടൊവിനോ തോമസ് വോട്ട് രേഖപ്പെടുത്തിയത്. ചെറുപ്പക്കാരും പ്രായമായവരും കൂടിക്കലർന്ന ഭരണസമിതിയാണ് നല്ലത് എന്ന് ടൊവിനോ തോമസ് അഭിപ്രായപ്പെട്ടു. ഇപ്പോൾ രാഷ്ട്രീയ പ്രവേശനത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ലെന്നും ടൊവിനോ തോമസ് പറഞ്ഞു. കേരളത്തിൽ ഇടതുപക്ഷ ഭരണം തുടരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് സംവിധായകൻ കമൽ പറഞ്ഞു. കൊടുങ്ങല്ലൂരിലെ തിരുവള്ളൂർ LP സ്കൂളിലെ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സിനിമാ താരം ഇടവേള ബാബു ഇരിഞ്ഞാലക്കുട ഗവൺമെന്റ് ഗേൾസ് സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി. ചലച്ചിത്ര സംവിധായകൻ ലാൽ ജോസ് മായന്നൂർ VLP സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി. പ്രചരണ കോലാഹലങ്ങൾക്കൊക്കെ അപ്പുറത്ത് ആർക്കെങ്ങനെ വോട്ട് ചെയ്യണമെന്ന ജനമനസ്സുകളിൽ ഒരു തീരുമാനമുണ്ടാകുമെന്നും അതുതന്നെയാണ് സമ്മതിദായക അവകാശമായി പ്രതിഫലിക്കുക എന്നും സംവിധായകൻ സത്യൻ അന്തിക്കാട് പറഞ്ഞു. നാട്ടിക നിയമസഭാ മണ്ഡലത്തിലെ ഗവൺമെന്റ് LP സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം പ്രതികരിക്കുകയായിരുന്നു സത്യൻ അന്തിക്കാട്. തെരഞ്ഞെടുപ്പ് ഇപ്പോൾ ഒരു യുദ്ധം പോലെയായി മാറിയിട്ടുണ്ടെന്നും വീറും വാശിയും കൂടി വിവാദങ്ങൾ കൂടുന്ന മോശപ്പെട്ട പ്രവണതയുണ്ടെന്നും അതിനൊക്കെ അപ്പുറത്ത് കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾ തീരുമാനങ്ങൾ എടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. വോട്ട് ചെയ്ത് തിരിച്ച് വീട്ടിലേക്ക് പോകവേ ഗൃഹനാഥൻ വാഹനാപകടത്തിൽ മരിച്ചു. അവിട്ടത്തൂരിൽ താമസിക്കുന്ന പേരാമ്പ്ര തേശ്ശേരി കരുവാൻ വീട്ടിൽ 61 വയസ്സുള്ള ഗോപിയാണ് മരിച്ചത്. ഭാര്യ അംബിക ഗുരുതരാവസ്ഥയിൽ ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ചാലക്കുടി നിയോജകമണ്ഡലത്തിലെ തേശ്ശേരി പള്ളി ബൂത്തിൽ വോട്ട് ചെയ്ത് തിരിച്ച് അവിട്ടത്തൂരിലേക്ക് പോകും വഴി എതിർദിശയിൽ വന്ന കാറും ദമ്പതികൾ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറും കൂട്ടിയിടിച്ചായിരുന്നു അപകടം. 56-ാം വയസ്സിൽ കന്നി വോട്ട് ചെയ്ത് എരുമപ്പെട്ടി സ്വദേശി നിഷാർ. പ്രവാസിയായ എരുമപ്പെട്ടി പാമ്പ്ര വീട്ടിൽ നിഷാർ എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 159-ാം ബൂത്തിലാണ് തന്റെ ആദ്യ വോട്ട് രേഖപ്പെടുത്തിയത്. 20-ാമത്തെ വയസ്സിൽ കുവൈറ്റിൽ ജോലി തേടിപ്പോയ നിഷാറിന് ഒരു തെരഞ്ഞെടുപ്പിലും നാട്ടിലെത്തി വോട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ ഡിസംബറിൽ നാട്ടിലെത്തിയ നിഷാർ അക്ഷയ വഴിയാണ് വോട്ട് ചേർത്തത്. കന്നി വോട്ട് ചെയ്യാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ടെന്ന് നിഷാർ പറഞ്ഞു. വേളൂക്കര ഐക്കരക്കുന്നിൽ സംഘർഷം. BJP ബൂത്ത് പ്രസിഡന്റ് നടവരമ്പ് കളത്തേരി വീട്ടിൽ സുരേഷിന് വയറിൽ കുത്തേറ്റു. പരിക്കേറ്റ സുരേഷിനെ ഇരിഞ്ഞാലക്കുട ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വ്യാഴാഴ്ച വൈകിട്ടായിരുന്നു സംഭവം. പാർട്ടി പ്രവർത്തകർക്ക് ഭക്ഷണം ഒരുക്കുന്നതുമായി ബന്ധപ്പെട്ട ബൂത്ത് കമ്മിറ്റി ഓഫീസിലെത്തിയ സുരേഷിനെ നിരവധി കേസുകളിൽ പ്രതിയായ സലോഷ് എന്നയാൾ കത്തികൊണ്ട് കുത്തുകയായിരുന്നുവെന്ന് സുരേഷിന്റെ ബന്ധു മണികണ്ഠൻ പറഞ്ഞു. സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതി സലോഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. വ്യക്തിപരമായ വൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമെന്ന് പോലീസ് അറിയിച്ചു. കന്നി വോട്ട് രേഖപ്പെടുത്താൻ കല്യാണപ്പന്തലിൽ നിന്ന് വധു നേരെ പോളിംഗ് ബൂത്തിലേക്ക്. കടപ്പുറം വട്ടേക്കാട് ചേർക്കര പടുവിങ്ങൽ ഹൈദ്രോസ്കോയ തങ്ങൾ മകൾ ഫഹ്മിദ ബീവിയാണ് തന്റെ കന്നി വോട്ട് വിനിയോഗിക്കാൻ പിതാവുമായി വടക്കേക്കാട് 197-ാം നമ്പർ ബൂത്തിൽ എത്തിയത്. തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ പോളിംഗ് സ്റ്റേഷനുകളുടെ അങ്കണത്തിലുള്ള ശില്പങ്ങളെ കാണാമറയത്താക്കി. തെരഞ്ഞെടുപ്പ് ചിഹ്നങ്ങളായ ആനയ്ക്കും ചക്കയ്ക്കുമാണ് തെരഞ്ഞെടുപ്പ് ദിവസം കാണാമറയത്ത് കഴിയേണ്ടി വന്നത്. പുതുക്കാട് മണ്ഡലത്തിലെ പോളിംഗ് സ്റ്റേഷനായ കോടാലി GLP സ്കൂൾ അങ്കണത്തിൽ തല ഉയർത്തി നിന്നിരുന്ന കോടാലി കൊമ്പൻ എന്ന ഗജശില്പം തെരഞ്ഞെടുപ്പിന് തലേന്ന് തന്നെ പോളിംഗ് ഉദ്യോഗസ്ഥർ പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് പൊതിഞ്ഞുകെട്ടി. ബഹുജൻ സമാജ്വാദി പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നം ആനയായതുകൊണ്ടാണ് കോടാലി കൊമ്പൻ കാണാമറയത്തായത്. ചാലക്കുടി മണ്ഡലത്തിൽ ഉൾപ്പെട്ട കൊടകര GLP സ്കൂളിൽ സിമന്റിൽ നിർമ്മിച്ചിട്ടുള്ള പ്ലാവിലെ ചക്കകളുടെ ശില്പത്തിനും തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ ബാധകമായി. ഇവിടുത്തെ NDA സ്ഥാനാർത്ഥിയുടെ ചിഹ്നം ചക്കയായതിനാൽ പോളിംഗ് ഉദ്യോഗസ്ഥർ സിമന്റ് പ്ലാവിലെ 2 ചക്ക ശില്പങ്ങളും ചുവന്ന തുണികൊണ്ട് മൂടിക്കെട്ടുകയായിരുന്നു. വിവാഹ പന്തലിൽ നിന്നും നേരിട്ടെത്തി സമ്മതിദാനാവകാശം വിനിയോഗിച്ച് നവവധു. ഇരിഞ്ഞാലക്കുട പുല്ലൂർ മുല്ലക്കാട്ട് സ്വദേശി കരപ്പറമ്പിൽ ജോസിന്റെ മകൾ സജിനയാണ് വിവാഹശേഷം തുറവൻകാട് ഊക്കൻ മെമ്മോറിയൽ സ്കൂളിലെ പോളിംഗ് ബൂത്തിലെത്തി വോട്ട് രേഖപ്പെടുത്തിയത്. കോഴിക്കോട് മലാപ്പറമ്പ് സ്വദേശി മാത്യുവിന്റെ മകൻ ടെലിവിഷൻ താരം കൂടിയായ ഡേവിഡുമായുള്ള വിവാഹമാണ് കത്തീഡ്രൽ ദേവാലയത്തിൽ നടന്നത്. തുടർന്ന് സജിനയുടെ ബന്ധുക്കളും ചേർന്നാണ് സ്കൂളിലെത്തി വോട്ട് രേഖപ്പെടുത്തിയത്. ജനങ്ങളുടെ പ്രതികരണങ്ങളും മികച്ച പോളിംഗും പുതുക്കാട് മണ്ഡലത്തെ UDF-നോട് ചേർത്ത് നിർത്തുകയാണെന്ന് KM ബാബുരാജ്. ചെങ്ങാലൂർ സെന്റ് മേരീസ് ഹൈസ്കൂളിലെ 151-ാം നമ്പർ ബൂത്തിൽ കുടുംബത്തോടൊപ്പം വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 20 വർഷമായി മണ്ഡലത്തിൽ തുടരുന്ന LDF ഭരണത്തിനെതിരെയാകും ഇത്തവണത്തെ വിധിയെന്നും ബാബുരാജ് പറഞ്ഞു.
പുതുക്കാട് മണ്ഡലത്തിലെ മലയോര മേഖലയായ മറ്റത്തൂരിൽ വോട്ടെടുപ്പ് സമാധാനപരമായിരുന്നു. വോട്ടെടുപ്പ് ആരംഭിച്ചപ്പോൾ തന്നെ ഒട്ടുമിക്ക പോളിംഗ് ബൂത്തുകളിലും വോട്ടർമാരുടെ നീണ്ട നിര രൂപപ്പെട്ടിരുന്നു. ചിലയിടങ്ങളിൽ യന്ത്ര തകരാറ് മൂലം വോട്ടെടുപ്പ് തുടങ്ങുന്നതിന് താമസം നേരിട്ടുവെങ്കിലും അരമണിക്കൂറിനകം പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു. കോടാലി GLP സ്കൂളിലെ പോളിംഗ് ബൂത്തിൽ അരമണിക്കൂറോളം വൈകിയാണ് വോട്ടിംഗ് ആരംഭിച്ചത്. വെള്ളിക്കുളങ്ങര വനമേഖലയിലെ ജനവാസി വോട്ടർമാർക്ക് വോട്ട് രേഖപ്പെടുത്താനുള്ള സൗകര്യം ഇത്തവണ ഉന്നതിയിൽ തന്നെ ഒരുക്കിയിരുന്നു. ശാസ്താംപൂവം ഉന്നതിയിലെ കമ്മ്യൂണിറ്റി ഹാളിലാണ് പോളിംഗ് ബൂത്ത് സജ്ജീകരിച്ചിരുന്നത്. കാരിക്കടവ്, മലയൻ ഉന്നതി, ശാസ്താംപൂവം, കാടർ ഉന്നതി എന്നിവിടങ്ങളിൽ നിന്നുള്ള ആദിവാസി വോട്ടർമാർ വോട്ട് രേഖപ്പെടുത്തി. ഭിന്നശേഷി കൂട്ടുകാർക്ക് ആനന്ദവും ആഘോഷവും നിറം ചാർത്തിയ ഒരു ദിനം സമ്മാനിച്ച് തൃശൂർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ്. ആടിയും പാടിയും ആനന്ദിച്ചും ഉല്ലസിച്ചും അവർ ഒരു ദിനം ഒത്തുകൂടി. ജീവിതത്തിന്റെ ഓർമ്മച്ചെപ്പിലേക്കുള്ള മനോഹരമായ ആ കൂടിച്ചേരലിന് സാക്ഷ്യം വഹിച്ചത് തൃശൂരിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ പുഴയ്ക്കൽ നെസ്റ്റോയും. മണലൂർ സ്നേഹാരം സ്പെഷ്യൽ സ്കൂളിലെ കൂട്ടുകാർക്കാണ് എ ഡേ ടു റിമംബർ എന്ന പേരിൽ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് ഏകദിന സ്പെഷ്യൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ഡാൻസും പാട്ടും നാടൻ പാട്ടും മൈമും ഉൾപ്പെടെയുള്ള കലാപ്രകടനങ്ങളുമായി നിറഞ്ഞ കൂട്ടുകാർ കാഴ്ചക്കാരുടെ മനം കവർന്നു. ഇന്ററാക്റ്റീവ് ഗെയിംസ്, സെൻസറി പ്ലേ ആക്ടിവിറ്റീസ്, ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് സെക്ഷൻ എന്നിങ്ങനെയെല്ലാം അവർ തങ്ങളുടെ ദിനത്തെ സജീവവും ആഘോഷവുമാക്കി. ഇവർക്ക് പിന്തുണയേകി നെസ്റ്റോയിലെ ജീവനക്കാരുടെ കലാപ്രകടനവും പരിപാടിയുടെ മാറ്റുകൂട്ടി. പുതിയ അധ്യയന വർഷത്തിനൊരുങ്ങാൻ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി നെസ്റ്റോയുടെ ഒന്നാം നിലയിൽ പ്രത്യേകം സജ്ജമാക്കിയിട്ടുള്ള ബാക്ക് ടു സ്കൂൾ സെക്ഷനും പ്രവർത്തനം ആരംഭിച്ചു. സ്നേഹാരം വിദ്യാർത്ഥികളും അധ്യാപകരും നെസ്റ്റോ മാനേജ്മെന്റ് അംഗങ്ങളും ചേർന്നാണ് സെക്ഷന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. ഇതിലൂടെ അതിഥികളായി എത്തിയവർ ഉദ്ഘാടകരായി മാറാനുള്ള അപ്രതീക്ഷിത അവസരത്തിനും ഭാഗ്യം ലഭിച്ചാണ് സ്നേഹാരത്തിലെ കൂട്ടുകാർ മടങ്ങിയത്. പെരുമ്പിലാവ് കടവല്ലൂർ പാറപ്പുറത്ത് ഗ്യാസ് സിലിണ്ടറുകൾ കയറ്റി വന്ന മിനി പിക്കപ്പ് ലോറി വീട്ടുമതിലിൽ ഇടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. കണ്ടൻകാവ് വിളയൂർ സ്വദേശികളായ വൈലത്തൊടി വീട്ടിൽ ഹൈദർ അലി, അബ്ദുൾ റഷീദ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ മതിൽ പൂർണ്ണമായും തകർന്നു. ഇടിയുടെ ആഘാതത്തിൽ പിക്കപ്പ് ലോറിയിലുണ്ടായിരുന്ന ഗ്യാസ് സിലിണ്ടറുകൾ റോഡിലേക്ക് തെറിച്ചു വീണു. സിലിണ്ടറുകളിൽ നിന്ന് ഗ്യാസ് ചോർന്നതായി ദൃക്സാക്ഷികൾ പറഞ്ഞു. സിലിണ്ടറുകൾ പിന്നീട് മറ്റൊരു ലോറിയിൽ സംഭവസ്ഥലത്തു നിന്നും നീക്കം ചെയ്തു. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,100 രൂപ, പവന് 1,12,800 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. വാശിയേറിയ നിയമസഭാ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ ആവേശത്തോടെ വിധിയെഴുതി ജനം. ജില്ലയിൽ 77.6% പോളിംഗ്. ഒല്ലൂർ, ചേലക്കര, പുതുക്കാട് മണ്ഡലങ്ങളിൽ ഉയർന്ന പോളിംഗ്. വോട്ടെണ്ണൽ മെയ് 4-ന്. വോട്ടെടുപ്പ് പൂർത്തിയായതോടെ കൂട്ടലും കിഴിക്കലുമായി മുന്നണികൾ. വിജയപ്രതീക്ഷയിൽ മുന്നണികളും സ്ഥാനാർത്ഥികളും. വോട്ടെടുപ്പിനിടെ ജില്ലയിൽ പലയിടത്തും തർക്കം. കണിമംഗലം ബോധാനന്ദ സ്കൂളിലെ ബൂത്തിൽ വിരലിൽ പ്ലാസ്റ്ററിട്ട യുവതിയെ വോട്ട് ചെയ്യിപ്പിക്കാത്തത് തർക്കത്തിനിടയാക്കി. വടക്കാഞ്ചേരിയിൽ കള്ളവോട്ട് ആരോപിച്ച് BJP പ്രതിഷേധിച്ചു. കണ്ടശാംകടവിൽ UDF സ്ഥാനാർത്ഥി TN പ്രതാപനെ കയ്യേറ്റം ചെയ്തതായി പരാതി. തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ സർപ്രൈസ് ഉണ്ടാകുമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. കഴിഞ്ഞ തവണത്തെ വിജയം ജില്ലയിൽ ആവർത്തിക്കുമെന്ന് CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ. ജില്ലയിൽ UDF അട്ടിമറി വിജയം നേടുമെന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്.
ചേർപ്പ് വെങ്ങണിശ്ശേരിയിൽ മദ്യപാനത്തിനിടെ സുഹൃത്തിന്റെ മർദ്ദനമേറ്റ് ഗൃഹനാഥൻ മരിച്ചു. സംഭവത്തിൽ കൊല്ലപ്പെട്ട രാജുവിന്റെ സുഹൃത്ത് അറസ്റ്റിൽ. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.